ഗൈസ്, നമ്മുടെ പുതിയ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് എന്താണ് പ്രത്യേകത? അതെ, ഇന്ന് നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണാണ് ഗൈസ്. നമ്മുടെ കുഞ്ഞാവേനെ ഇവിടെ നമ്മൾ ഉറക്കിയിട്ടിട്ട് നമ്മളെല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പം നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. നമ്മൾ കറവൂര് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ചോറ് കൊടുക്കുന്നത്. ഞാൻ ഈ വേറെ നിൽക്കുന്നത് എവിടെ മഹാറാണി വെഡിങ് കളക്ഷനിൽ നിന്ന് വാങ്ങിച്ച സാരിയാണ്. അടിപൊളിയായിട്ട് എങ്ങനെയുണ്ട് കുഞ്ചു? സൂപ്പർ സാരി ബ്ലൗസ് ഒറ്റ ദിവസം നമ്മൾ തയ്ച്ചെടുത്താണ് ഗൈസ്. അപ്പം നമ്മൾ എല്ലാവരും കൂടെ ചോറ് കൊടുക്കുക. ആസ് യൂഷ്വൽ നമ്മൾ എവിടെ പോയാലും നമ്മുടെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും പറയാനുള്ളത് ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളെല്ലാത്തിനും ലേറ്റാണ്. 9 മണിക്ക് അമ്പലത്തിൽ നിൽക്കണം എന്ന് പറഞ്ഞാൽ മണി 9:20. അവിടെ ചെല്ലുമ്പോൾ അതൊക്കെ ആയിരിക്കുന്ന കേൾക്കണം. ചോറൂട്ട് കാണാൻ വന്നിരിക്കുന്ന നമ്മുടെ കുറെ ബന്ധുക്കളുണ്ട്. അവരൊക്കെ 9 മണിക്ക് മുന്നേ അവിടെ ഹാജരായിട്ടുണ്ട്. നമ്മളെ എത്തിയിട്ടില്ല. ഒന്ന് നാളെ ഒന്നും അറിയാൻ എന്തെങ്കിലും അറിയണം. ഞങ്ങൾ റെഡി 8 മണിയായപ്പോ റെഡിയായി. റെഡിയായെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇവിടെ നോക്ക്, ചോദിച്ച് കഴിച്ചാൻ പോവാനോ? മുത്ത് ചോദിച്ച് കഴിച്ചാൻ പോവാനോ? ഇന്ന് ലാക്മി ഐക്കോണിക് ഹാജിൽ ഇരുന്ന് കുറച്ച് ഡിഫറെന്റ് ആയി പോയി. അതുകൊണ്ട് രണ്ട് ലുക്ക് ഇരിപ്പുണ്ട്. ആരാ ഞാൻ? ഞാനാണോ ഞാൻ? കാറ് പണിമുടക്കി ഗൈസ്. വേറെ കാറിലാണ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് അപ്പൂസ് കാർ എടുക്കാൻ പോയിട്ടുണ്ട്. ബിബിയും അച്ചുവും ഓൾറെഡി പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അമ്പലം അടയ്ക്കേണ്ടി വരും. അവരോടൊപ്പം പറയാം, സ്റ്റോപ്പ്, വരുന്നുണ്ട് എന്ന് പറയാം ഗൈസ്. അപ്പം നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചിരിച്ചിരിക്കുന്നെങ്കിൽ എൻ്റെ മൈൻഡിൽ നല്ല ടെൻഷനുണ്ട്. അവിടെ ഇനി ആരെയൊക്കെ വായിന്ന് കേൾക്കണം എന്നറിയത്തില്ല. പക്ഷെ അമ്പലത്തിൻ്റെ അവിടെ എത്താറായപ്പോൾ നമ്മൾ അറിഞ്ഞത് അവിടെ ഒരു കല്യാണമുണ്ട്, പിന്നെ ഓൾറെഡി ഒരു ചോറുകൊടുപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് ലേറ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം നമ്മൾ ആ കല്യാണം എല്ലാം കഴിഞ്ഞ് ഒരു ചോറുകൊടുപ്പുണ്ടായിരുന്നു, അതും കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ എത്തി ഗൈസ്. ഇനി അപ്പം നമ്മുടെ ചടങ്ങാണ് കേട്ടോ അവിടെ നടക്കാൻ പോകും ഗൈസ്. അവിടെ കയറി ഇരുന്നപ്പോഴത്തേക്കും എനിക്ക് നല്ല ടെൻഷനായി. പണ്ട് ഞങ്ങൾ ഇതേപോലെ ഒന്നിച്ചിരുന്നത് ഞങ്ങളുടെ കല്യാണത്തിനാണ്. ഇപ്പം ഞങ്ങളുടെ കുഞ്ഞാവയുടെ ചോറുണ്ട് ഞങ്ങൾ ഇതുപോലെ ഒന്നിച്ചൊരു പലക്കയിൽ കയറി ഇരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവൻ ബഹളം വെക്കുമോ, ഇനി എരിയൊക്കെ വാരി തേക്കുമ്പോഴത്തേക്കിന് അവൻ കരയുമോ എന്നൊക്കെ. പക്ഷേ എരിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഒരു വറ്റൽമുളക് സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കാണാമല്ലോ. പിന്നെ അവൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചത് നല്ല കരഞ്ഞ് വിളിക്കുമോ എന്നൊക്കെ ആയിരുന്നു. പക്ഷെ ഒരു കുഴപ്പമില്ല, ഇങ്ങോട്ട് ഞാൻ തിന്നോളാം എന്നുള്ള മൈൻഡ് സെറ്റിലാണ് കേട്ടോ ഇത് അവിടെ ഇരുന്നത്. പിന്നെ നമ്മൾ ചോറൊക്കെ കൊടുത്ത്, പിന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് നൂലിയേട്ടിന് നമ്മൾ മുണ്ട് ഉടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇച്ചിരി ഉള്ളായിരുന്നു, ഒരു മോശയിപ്പം കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല മുണ്ടൊന്നും ഉടുത്തപ്പം. പക്ഷെ ഇന്ന് എനിക്ക് മുണ്ടൊക്കെ ഉടുത്ത് കുറിയൊക്കെ തൊട്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇവന് പിന്നെ എപ്പോഴും അങ്ങ് വിശപ്പാണ് കേട്ടോ. വിശപ്പ് എപ്പോഴും അവന് പാല് വേണം. സാധാരണ ഓരോ ഡോക്ടേഴ്സൊക്കെ പറയുന്നു 1 hour, ഇപ്പോൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ 1 hour അടുത്ത് നമ്മൾ ഫീഡ് ചെയ്യണം, അങ്ങനെയാണ്. പക്ഷേ ഇവന് എപ്പോഴും വിശപ്പാണ്. അപ്പം ഞാൻ കരുതി ചോറൂണ് കഴിഞ്ഞാൽ ഇവന് അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കണം, അവൻ നന്നായിട്ട് കഴിക്കും. പക്ഷേ ഇതെല്ലാം തകിടം മറിച്ചുകൊണ്ട് താണ്ട് എല്ലാം വലിച്ചു വാരി എല്ലാം തുപ്പിക്കളയാണ് കഴിച്ചു. ഒന്നും അവൻ കഴിക്കുന്നില്ല, അവനൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഗൈസ്, അപ്പം നമ്മൾ തൊട്ട് കൊടുത്തതിന് ശേഷം ഇനിയിപ്പം നമ്മുടെ ബന്ധുക്കളെല്ലാം കൊണ്ടാണ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കണം. ആക്ച്വലി നമ്മൾ ഈ ചോറൂണ് നടത്തുന്നത് ശിവരാത്രിയുടെ അന്നാണ്. പക്ഷേ നമ്മൾ അന്ന് കൊടുത്തെങ്കിലും പിന്നെ നമ്മൾ സോളിഡ് ഫുഡ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കറക്റ്റ് നമ്മൾ 6 മാസം, അതായത് ഏപ്രിൽ ആകുമ്പോഴേ നമ്മൾ സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. പിന്നെ നല്ലൊരു ദിവസം നോക്കി പിന്നെ 5 മാസം പൂർത്തിയാവുന്നതിന് മുന്നെയാണ് നമ്മുടെ അവിടെയൊക്കെ ആൺകൊച്ചുങ്ങൾക്ക് ചോറ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരത്തെ നടത്തിയത്. ഇനിയിപ്പോൾ അടുത്തത് തുലാഭാരമാണ്. ഇതിനും എനിക്ക് പേടിയുണ്ടായിരുന്നു അവൻ കരയുമെന്ന്. മോഹമൊക്കെ ആദ്യം ഒരുമാതിരിയൊക്കെ അങ്ങ് വന്ന് കരയാനൊക്കെ ആയിട്ട്, പിന്നെ കുഴപ്പമൊന്നുമില്ല, ഊഞ്ഞാലാണെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എനിക്ക് പേടി ഇതിനകത്ത് അങ്ങനെ മറിഞ്ഞ് വീഴുമെന്ന്. കാരണം ഇപ്പോൾ കമന്ന് വീഴാൻ തുടങ്ങിയിട്ട് ഭയങ്കര ആക്റ്റീവാണ്. കമന്ന് വീണിട്ട് ഇങ്ങനെ ചുമ്മാ അങ്ങോട്ട് ഇങ്ങോട്ട് ചുമ്മാ മറിഞ്ഞ് വീഴും കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ആളിങ്ങനെ നൈസായിട്ട് കിടന്നു. നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന
വീഡിയോ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ 2 തരത്തിലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ 2 ഫോണിൽ നിന്നാണ് എടുക്കുന്നത്. നമ്മൾ ഇതിനിടയിൽ തിരക്കാവുന്നതുകൊണ്ട് നമ്മളല്ല വീഡിയോ എടുക്കുന്നത്, നമ്മൾ വേറെ 2 പേരെ ഏൽപ്പിച്ചത്. അപ്പോൾ സെയിം ഫോൺ അല്ല കേട്ടോ, ഒന്ന് വിവോ X200 ഒന്ന് iPhone 17 ആണ്. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ക്ലാരിറ്റി ഇഷ്യൂസ് ഈ വീഡിയോയ്ക്ക് ഉണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ തുലാഭാരം എല്ലാം കഴിഞ്ഞ് നമ്മളിനി നേരെ കുഞ്ഞാവേനെ ഫസ്റ്റ് ടൈം നമ്മൾ അമ്പലത്തിൽ കയറ്റുകയാണ്. ആ സമയം കൊണ്ട് കുഞ്ഞാവയ്ക്ക് ഇവിടെ പറഞ്ഞ പാൽപ്പായസം നമ്മളിവിടെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ. കല്യാണത്തിൻ്റെയും പിന്നെ അല്ലാണ്ടൊരു ചോറിൻ്റെ ഒക്കെ തിരക്കുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ആളുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ അന്നദാനം ഇങ്ങനെ പായസമൊക്കെ നമ്മൾ നേർച്ച ചെയ്യുമ്പോൾ ഒത്തിരി ആളുള്ളത് നമുക്കും ഒരു സന്തോഷമാണ്, എല്ലാവർക്കും കൊടുക്കാം. അങ്ങനെ നമ്മൾ പാൽപ്പായസമൊക്കെ കൊടുത്തപ്പോഴത്തേക്കിനും കല്യാണക്കാരവിടെ സദ്യയൊക്കെ റെഡിയാക്കി കേട്ടോ. അങ്ങനെ നമ്മളും പിന്നെ പോയി സദ്യ എല്ലാം കഴിച്ച് അതിനുശേഷം നമ്മുടെ കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ്. അതിനുശേഷം നമ്മൾ നേരെ കുഞ്ചുവിൻ്റെ ഒരു അപ്പച്ചിയുണ്ട് കേട്ടോ, അപ്പച്ചിയുടെ വീട്ടിലോട്ട് നമ്മൾ പോയി അവർക്കും നമ്മൾ കുറച്ച് പാൽപ്പായസമൊക്കെ കൊടുത്ത് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരം അവിടെ ഒക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ കുറേ കഴിഞ്ഞിട്ടാണ് ഈ വീട്ടിലോട്ട് വന്നത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുഞ്ഞാവയുടെ ചോറൂണിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ.